നിങ്ങൾക്ക് വേണമെങ്കിൽ സൗദിനോട് സംസാരിക്കാം. സൗദി വരുന്നു, ഉന്തുന്നു, തള്ളുന്നു, അടിക്കുന്നു. പാവപ്പെട്ട നമ്മളോട് എന്തിനാണ് ഈ ക്രൂരത ചെയ്യുന്നത്? പഠിച്ച റബ്ബേ, ഈ കമ്പനിക്കാര് ഞങ്ങളെ ടൈം എത്രയും പെട്ടെന്ന് കട്ട് ചെയ്യാതെ ടൈം കാർഡ് വിടാനുള്ള ബുദ്ധി കൊടുക്ക് റഹ്മാനെ. കഴിഞ്ഞ മാസം 30 മുതൽ 10 വരെ കട്ട് ചെയ്ത തൊഴിലാളികളുണ്ട്. ഒരാളും ഒരു സൗണ്ടും ഉണ്ടാക്കിയിട്ടില്ല. സമരം ചെയ്യാൻ തയ്യാറല്ല. അല്ലാ, വരാത്തവർക്ക് 12 വന്നവർക്ക് 10 ആകുന്ന കമ്പനിയാണ് റഹ്മാനെ. അതിനും സങ്കടമുണ്ട് റഹ്മാനെ. ലീവ് എടുക്കാതെ നയിച്ച മക്കളെ 30 മണിക്കൂർ കട്ടാക്കി. ലീവ് എടുത്ത് നയിച്ചവനിക്ക് കട്ടിയില്ല. അല്ലാ, ഇതെന്ത് ലോകമാണ് അല്ലാ, ഇതെന്ത് ലോകമാണ് അല്ലാ. പഠിച്ചവനെ, ഇവിടെ കുറച്ച് കുട്ടികള് 2100 റുപ്യ ഇവിടെ സംഭാവന നൽകിയിട്ടുണ്ട്. അവർ മഹിമയിൽ ജോലി ചെയ്ത കുട്ടികളാണ്. അവര് ഇത്രയും പെട്ടെന്ന് അവരെ സാലറി കിട്ടാൻ പല കമ്മിറ്റിക്കാരും ഇവിടെ ഇടപെട്ടിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. എന്നാൽ നമുക്ക് അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാം. ആ ഓഫീസിൽ നടത്തിയവർക്ക് നല്ല ബുദ്ധി കൊടുത്ത് പകുതി പൈസെങ്കിലും കിട്ടാനുള്ള എന്തെങ്കിലും അവർക്ക് നല്ല ബുദ്ധി നൽകി റഹ്മാനെ. സത്തായ അല്ലാ, നിങ്ങൾ അറിഞ്ഞ കേസുകല്ലേ? കഫാലത്ത് കൊടുക്കണം. കഫാലത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കഫീല് കുറൂജടിക്കും. കുറൂജടിക്കാൻ വെച്ചാലും പോരാ, പിന്നെ കഫീൽ പാടി 4 മാസം ഓടിപ്പോയി ആ കഫാലത്ത് തന്നിട്ടില്ലേ ഞാൻ ഉറവാക്കും. തീർച്ചയായും എനിക്ക് നാട്ടിൽ പോകാൻ വളരെ ബുദ്ധിമുട്ടാകും. ഓരോ ബാക്കി കഴിഞ്ഞാൽ 5000 6000 റിയാല് വേണം കേറിപ്പോണെങ്കിൽ റഹ്മാനെ. എല്ലാം സഹിച്ച് ജീവിക്കുന്ന തൊഴിലാളികളാണ് അല്ലാ. പഠിച്ചവരെ കറുപ്പന്മാരിടയിലെത്തുമ്പോ മൊബൈല് കുണ്ടി തിരികണം. അക്കാമുകൾ തെറ്റിച്ചു പിടിക്കണം. റബ്ബേ, കറുപ്പന്മാരെ കയ്യിൽ നിന്ന് പടക്കമുണ്ട് എറി കുടുങ്ങിയാൽ ആ മുറിമായിട്ട് റൂമിൽ പോയി തൈലം ഇടണ്ടേ ഗതികടാണ്. റഹീമായ അല്ലാ, ഈ 5 കാലിക്കുള്ള ദോയ നീ സ്വീകരിച്ചു. ഓഫീസുകാർക്ക് നല്ല ബുദ്ധി നൽകണം റഹ്മാനേ. കഫാലത്ത് കൊടുക്കാനുള്ള സൗദികൾക്ക് ബുദ്ധി കൊടുത്തു അല്ലാ. അല്ലാ, ചേമ്പറില്ലാതെ പണിക്ക് കയറ്റണില്ല ഓഫീസുകാര്. ചേമ്പർ കൊടുത്തിട്ടും കഫീലിന്റെ അഡ്രസ് കൊടുത്തിട്ടും മാറുന്ന കഫീലുമാർ ഇഷ്ടം പോലുണ്ട് അല്ലാ. ഓഫീസുകാരായി